ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ. ഒന്നാമത്തെ ചോദ്യം, 4-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഈ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് വിവക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം, പിന്തുടർച്ചാവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായി ഇരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. മൂന്നാമത്തെ ചോദ്യം, പിന്തുടർച്ചാവകാശി അടിമയിൽ നിന്നും വിഭിന്നനല്ലാതാകുന്നത് എപ്പോഴാണ്? ഉത്തരം, പിന്തുടർച്ചാവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം. നാലാമത്തെ ചോദ്യം, പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെ സംരക്ഷണയിലായിരിക്കും? ഉത്തരം, രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. അഞ്ചാമത്തെ ചോദ്യം, അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണയിൽ എത്ര കാലം കഴിയണമെന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? ഉത്തരം, പിതാവ്. ആറാമത്തെ ചോദ്യം, നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ഏതു ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു? ഉത്തരം, പ്രകൃതിയുടെ ശക്തികൾക്ക്. ഏഴാമത്തെ ചോദ്യം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ആരെയാണ് അയച്ചത്? ഉത്തരം, തന്റെ പുത്രനെ. എട്ടാമത്തെ ചോദ്യം, അവൻ ആരിൽ നിന്നും ജാതനായി? ഉത്തരം, സ്ത്രീയിൽ നിന്നും ജാതനായി. ഒൻപതാമത്തെ ചോദ്യം, അവൻ എപ്രകാരമാണ് ജനിച്ചത്? ഉത്തരം, നിയമത്തിന് അധീനനായി ജനിച്ചു. പത്താമത്തെ ചോദ്യം, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ എന്താണ് ചെയ്തത്? ഉത്തരം, അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. 11ാമത്തെ ചോദ്യം, നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ അവൻ വിമുക്തരാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. 12ാമത്തെ ചോദ്യം, ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത് ആരാണ്? ഉത്തരം, അവിടുത്തെ പുത്രൻ. 13ാമത്തെ ചോദ്യം, ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഉത്തരം, അവിടുത്തെ പുത്രന്റെ ആത്മാവിനെ. 14ാമത്തെ ചോദ്യം, തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം, നമ്മൾ അവിടുത്തെ മക്കളായതുകൊണ്ട്. 15ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നാം ഇനിമേൽ ദാസരല്ലാത്തത്? ഉത്തരം, നാം അവിടുത്തെ മക്കളായി ദത്തെടുക്കപ്പെട്ടതുകൊണ്ട്. 16ാമത്തെ ചോദ്യം, നാം അവിടുത്തെ മക്കളായത് എങ്ങനെ? ഉത്തരം, തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് വഴി. 17ാമത്തെ ചോദ്യം, ആരുടെ മുന്നിലാണ് നാം ഇനി ദാസരല്ലാത്തത്? ഉത്തരം, ആബാ പിതാവെന്ന് വിളിക്കുന്ന ദൈവത്തിനു മുന്നിൽ. 18ാമത്തെ ചോദ്യം, ദൈവഹിതമനുസരിച്ച് നാം അവകാശികളാകുന്നത് എങ്ങനെ? നാം അവിടുത്തെ പുത്രനായതുകൊണ്ട്. 19ാമത്തെ ചോദ്യം, അവിടുത്തെ പുത്രനായതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് നാം ആരാണെന്നാണ് പൗലോസ് പറയുന്നത്? ദൈവഹിതമനുസരിച്ച് നാം അവകാശികളുമാണ്. 20ാമത്തെ ചോദ്യം, ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് ഗലാത്യക്കാർ എന്തിനെ സേവിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം, ദൈവം അല്ലാത്തവയെ സേവിച്ചു. 21ാമത്തെ ചോദ്യം, ഇപ്പോൾ ഗലാത്യക്കാർ എങ്ങനെയുള്ളവരാണ്? ഉത്തരം, ഇപ്പോൾ അവർ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം അവരെ അറിയുന്നു. 22ാമത്തെ ചോദ്യം, ദൈവത്തെ അറിയുന്ന ഗലാത്യക്കാർക്ക്
എങ്ങോട്ട് തിരിച്ചു പോകുവാൻ സാധിക്കുമോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഉത്തരം: ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ പ്രപഞ്ച ശക്തികളുടെ അടുത്തേക്ക്. 23-ാമത്തെ ചോദ്യം: അവർ എന്ത് ഇച്ഛിക്കുന്നുവോ എന്നാണ് പൗലോസ് ആരായുന്നത്. ഒരിക്കൽ കൂടി പ്രപഞ്ച ശക്തികളുടെ സേവകരാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്നാണ് പൗലോസ് ആരായുന്നത്. 24-ാമത്തെ ചോദ്യം: അവർ എന്താ ആചരിക്കുന്നതിനെ പറ്റിയാണ് അദ്ദേഹം അത്ഭുതം കൂറുന്നത്. ഉത്തരം: ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നതിനെ പറ്റി. 25-ാമത്തെ ചോദ്യം: പൗലോസ് ലീഹ എന്തോർത്താണ് ഭയപ്പെടുന്നത്. ഉത്തരം: ഗലാത്യരുടെ ഇടയിൽ അധ്വാനിച്ചത് വൃഥാവിലായിപ്പോയോ എന്നോർത്ത് ഭയപ്പെടുന്നു. 26-ാമത്തെ ചോദ്യം: പൗലോസ് ഗലാത്യക്കാരോട് എന്താണ് അപേക്ഷിക്കുന്നത്. ഉത്തരം: പൗലോസിനെ പോലെ ആകുവാനാണ് ഗലാത്യക്കാരോട് അപേക്ഷിക്കുന്നത്. 27-ാമത്തെ ചോദ്യം: ഞാൻ തന്നെയും നിങ്ങളെപ്പോലെ ആണല്ലോ. ആരാണ് ഞാൻ, ആരാണ് നിങ്ങൾ? ഉത്തരം: ഞാൻ എന്ന് പറയുന്നത് പൗലോസ് തന്നെ, നിങ്ങൾ എന്ന് പറയുന്നത് ഗലാത്യക്കാർ. 28-ാമത്തെ ചോദ്യം: ആര് ആരോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. ഗലാത്യക്കാർ പൗലോസിനോട് യാതൊരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. 29-ാമത്തെ ചോദ്യം: അദ്ദേഹം ആദ്യമായി അവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി എന്തായിരുന്നു. ഉത്തരം: അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണ് ആദ്യമായി അവരോട് സുവിശേഷം പ്രസംഗിച്ചത്.